അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മളിന്ന് നല്ലൊരു എല്ല് കറിയാണ് കേട്ടോ. കപ്പയിലേക്ക് പറ്റിയ അടിപൊളി എല്ല് കറിയാണ്. അതിന് വേണ്ടിയിട്ട് 1 കിലോ എല്ല് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ബീഫിൻ്റെ ആണ് കേട്ടോ. ഇതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് 1 ടീസ്പൂണ് കുരുമുളക് പൊടി, പാകത്തിനുള്ള ഉപ്പും, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും, പാകത്തിന് വെള്ളമൊഴിച്ച് ഇതൊരു 8 9 വിസിലടുപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ വിസിലൊക്കെ അടിച്ച് വന്നിട്ടുണ്ട്. നമ്മൾ 9 വിസിലടുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടിയിലോട്ട് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് 2 വെല്ലുള്ളി ചെറുതായി അരിഞ്ഞതിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 പച്ചമുളക്, ഒരു പിടിയോളം ചെറിയ ഉള്ളി, 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം ഇട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ചെറിയ രീതിയിലൊന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഇങ്ങനെ ബ്രൗൺ നിറത്തിലായി വരണം. ഇങ്ങനെ ആയി വരുമ്പോൾ ഇതിലേക്ക് നമ്മുടെ അരപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ വെളുത്തുള്ളി ഇഞ്ചിൻ്റെ പച്ചമണം നല്ലോണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അത് നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് വരണം. അപ്പോൾ ഇതാ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ 2 തക്കാളി കട്ട് ചെയ്തെടുത്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായതുകൊണ്ടാണ് ഞാൻ 2 എടുത്തത്, വലുതാണെങ്കിൽ 1 മതി കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂണോളം 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി വറുത്ത് വെച്ചതും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 3 ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഒരു ഇച്ചിരി മീറ്റ് മസാല ഒക്കെ ഇട്ട് കൊടുക്കട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച എല്ലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഉപ്പുണ്ടോ നോക്കിയിട്ട്, ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതാ ഈ എല്ലിൽ നല്ല മസാല പിടിക്കണ വരെ ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് നേരം ചെറിയ തീയിലിട്ടൊന്ന് വെച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇതേണ്ട മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പൂളയൊക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ശരി, ബൈ.